എന്തുകൊണ്ടാണ് സൂപ്പർമാൻ ജെട്ടി പുറത്തിടുന്നത്? സൂപ്പർമാൻ ജെട്ടി പുറത്തിടുന്നത് കോമിക് ബുക്ക് ചരിത്രത്തിലും ഡിസൈനിലുമുള്ള ഒരു വിചിത്രമായ പാരമ്പര്യമാണ്. 1938 ജെറി സീഗലും ജോ ഷെസ്റ്ററും സൂപ്പർമാനെ സൃഷ്ടിച്ചപ്പോൾ അതിന്റെ വേഷം സർക്കസ് താരങ്ങളുടെയും ഗുസ്തിക്കാരുടെയും വസ്ത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അക്കാലത്തെ സർക്കസ് താരങ്ങൾ, പ്രത്യേകിച്ച് ശക്തി തെളിയിക്കുന്ന ഐറ്റം ചെയ്യുന്ന താരങ്ങൾ, ഇറുകിയ വസ്ത്രങ്ങൾക്ക് മുകളിൽ ഒരു ജെട്ടി പോലുള്ള വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. അവർ അരയിൽ ഒരു ബെൽറ്റ് പോലുള്ള ഭാഗം വസ്ത്രത്തിന് പുറമെ ധരിക്കുന്നത് സാധാരണമായിരുന്നു. ഇത് അവരുടെ ശരീരത്തിന്റെ ഘടനയും ശക്തിയും എടുത്തു കാണിക്കാനും പ്രായോഗികമായി വസ്ത്രം കീറാതിരിക്കാനും സഹായിച്ചു. സൂപ്പർമാന്റെ വേഷത്തിന്റെ ഈ ഡിസൈൻ 1940കളിലും 1950കളിലും ഈ ഐക്കോണിക് ശൈലിയായി മാറി. സൂപ്പർമാന്റെ ശക്തമായ ശരീരം എടുത്തു കാണിക്കാനും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കാനും ഇത്തരമൊരു വേഷവിധാനം സഹായിച്ചിട്ടുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള ജെട്ടി നീല നിറത്തിലുള്ള വസ്ത്രത്തിൽ ഒരു വേർതിരിവ് നൽകുന്നു. പഴയ കോമിക് കളികളിൽ വർണ്ണങ്ങൾ പരിമിതമായിരുന്നതിനാൽ കഥാപാത്രങ്ങളെ വേർതിരിച്ചറിയാൻ ഇത് സഹായിച്ചു. കാലക്രമേണ ഈ ജെട്ടിപ്പുറത്ത് ലുക്ക് സൂപ്പർമാന്റെ ഒരു ട്രേഡ് മാർക്കായി. എന്നാൽ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് 2011 DC-യുടെ ന്യൂസ് 52 റീബൂട്ടിലും മറ്റ് അഡാപ്റ്റേഷനുകളിലും ഈ ഡിസൈൻ ഒഴിവാക്കപ്പെട്ടു. പുതിയ സിനിമകളിലും കോമിക് സിനിമകളിലും ജെട്ടി പുറത്തിടുന്ന ശൈലി അത്ര പ്രകടമായി കാണുന്നില്ല. എങ്കിലും ക്ലാസിക് സൂപ്പർമാന്റെ രൂപകൽപ്പനയുടെ ഒരു പ്രധാനമായി ഇത് ഇപ്പോഴും നിലനിൽക്കുന്നു.